സി എ രാജശേഖരൻ VHP പ്രതിനിധി സി എ രാജശേഖരൻ എന്തിനാണ് ഒരു ചെറിയ സ്കൂളിൽ ഒരു UP സ്കൂളിൽ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം തടയാൻ വേണ്ടിയിട്ട് പോയത്? ഉത്തരം പറ. അവിടെ സ്കൂളിലേക്ക് പോയത് സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസിനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. എന്താ മോനെ കാര്യം? അല്ല, അതായത് തെരുവിലൂടെ ഹിന്ദു കുട്ടികളെ അടക്കം അവരുടെ സമ്മതമില്ലാതെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ശ്രദ്ധിക്കാതെ എന്നിട്ട് അവരെ ഘോഷയാത്രയായി മറ്റു മതചിഹ്നങ്ങൾ ഹിന്ദു കുട്ടികളെ മറ്റു മതചിഹ്നങ്ങൾ അണിയിച്ചുകൊണ്ട് ഈ സാന്റാക്ലോസിന്റെ ചുവന്ന തൊപ്പിയും ക്രിസ്തി തീർച്ചയായിട്ടും അത് ക്രൈസ്തവ സാധാരണയായി ഉപയോഗിച്ച് കാണുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കുട്ടികൾക്ക് അത് ചുവന്ന തൊപ്പി വെച്ച് കഴിഞ്ഞാൽ മതചിഹ്നമായോ? അല്ല, ഇപ്പോ ഈ ഓണം, ക്രിസ്മസ്, ഇങ്ങനെയൊക്കെയുള്ള പെരുന്നാൾ, ഇങ്ങനെയൊക്കെയുള്ള ആഘോഷം, പുതുവത്സരമൊക്കെ സ്കൂളുകളിൽ എല്ലാ കുട്ടികളും ആഘോഷിക്കും. അതിനിപ്പോ എന്താ? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. എല്ലാ സ്ഥാപനങ്ങളിലും ആഘോഷിക്കും, എല്ലാ സ്കൂളിലും ആഘോഷിക്കും. ആ കുട്ടികളെ സാന്റാക്ലോസിന്റെ വേഷം കെട്ടും, സ്റ്റാർ വെക്കും, പുൽക്കൂട് വെക്കും. ഇതിനൊക്കെ എന്താണ്? ഇങ്ങനെ ഈ ആരെങ്കിലും അവിടുത്തെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും, ആ കുട്ടികൾ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പറയാൻ അനുവദിക്കൂ. അല്ല, കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു ഞങ്ങളെയൊക്കെ നിർബന്ധിച്ചു കൊണ്ടുപോകാണെന്ന് പറഞ്ഞോ? ഇത് അല്ലല്ല, കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ മതചിന്തകൾക്ക് വിരുദ്ധമായിട്ടുള്ള 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ്. 6-7 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് മതചിന്ത? ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? അതാ ചോദിച്ചത്. അവരെ നിങ്ങളുടെ മതചിന്ത കുത്തിവെച്ച് നശിപ്പിക്കാതിരുന്നാ മതി. അവർക്ക് 5, 6, 7, 8 ഒക്കെ വയസ്സുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത് ആഘോഷമാണ്, ഓണം എന്ന് പറയുന്നത് ആഘോഷമാണ്. അവർക്ക് എന്ത് മതചിന്ത? ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. നിങ്ങളെന്നാ പിന്നെ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയാൻ അനുവദിക്കുകയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതിനോടുള്ള പ്രതികരണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണല്ലോ ഇവൻ ശരിയല്ല. പറയാൻ അനുവദിക്കണം. അത് പൂർണ്ണമാക്കിയതിനു ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. അവിടെ ആ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ അനുമതിയില്ലാതെ ഈ കുട്ടികളെ നമ്മൾ ആലോചിക്കണം. സർക്കാർ സ്കൂളാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചോദിച്ച ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നിങ്ങൾ നടത്തുമോ? നബിദിന റാലി നിങ്ങൾ നടത്തുമോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷം? അല്ല, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ സ്കൂളിൽ ഓണത്തിന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും സുഹൃത്തെ, നിങ്ങൾക്ക് സംശയം പൂക്കള മത്സരമൊക്കെ നിരോധിക്കേണ്ടി വരില്ല ഇങ്ങനെ പോയാ? അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചോണ്ട് തന്നെയാണ് വന്നിരിക്കുന്നല്ലേ? നിങ്ങൾ ഇത് പറയാനാണ് എന്നെ വിളിച്ചതെങ്കിൽ, നിങ്ങൾ സത്യം അറിയാനാണെങ്കിൽ സത്യം പറയാൻ ഇത്രയും വലിയ അസംബന്ധമൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോയതാണ് സാർ. മനുഷ്യരല്ലേ നമ്മളൊക്കെ, പ്രതികരിച്ചു പോയില്ലേ? നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. താൻ എന്ത് സംസാരിക്കാനാണ്? ഇത് കണ്ടാൽ ഒരാൾ ചോദിക്കാനുള്ള ധാർമ്മികമായ എന്ത് ധാർമ്മികത? സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങള് എന്തെങ്കിലും ആഘോഷം നടത്തുന്നതിൽ ചോദ്യം ചെയ്യാനൊക്കെ പോകുന്ന ആളുകളുടെ മനോനിലയിൽ എനിക്ക് സംശയമുണ്ട്. അതിലെന്താണ് ധാർമ്മികത? മതവെറി എന്നൊക്കെ പറയുന്നതിന്റെ ഏറ്റവും കൂടിയ ഫോർമാറ്റിലുള്ള എന്തോ അസുഖമാണ്. അത് ചികിത്സിക്കേണ്ടി വരും. ചെറിയ കുട്ടികൾ 7-ൽ 8-ൽ പഠിക്കുന്ന, 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികള് എന്തെങ്കിലും നല്ല ഡ്രസ് ഇട്ടാൽ, അവര് ചുവന്നതും വെള്ളയുമായ ഡ്രസ് ഇട്ടാൽ, സ്റ്റാർ തൂക്കിയാലൊക്കെ എന്തോ ധാർമ്മികതയ്ക്ക് പ്രശ്നമെങ്കിൽ എന്ത് ധാർമ്മികതയാണ്? ഏത് ധാർമ്മികതയാണ്? ആ ധാർമ്മികതയാണ് ഇപ്പോ ജയിലിൽ കിടക്കുന്നത്. മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ക്രിസ്മസ് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ കുരുന്ന് ഹൃദയങ്ങളെ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിന് ചില കൊടപിടിക്കുന്നു. അതാണ് സംഭവം. അങ്ങനെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് മതപരിവർത്തനത്തിനാണ് എന്നാണ് VHPയുടെ വാദം. എന്തിന് ക്രിസ്ത്യൻ കുട്ടികൾ ആഘോഷിക്കട്ടെ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണ? ഇതൊരു സെക്യുലർ സൊസൈറ്റി അല്ലേ സാർ? അങ്ങനെയാണ് ഓണം ഹിന്ദു കുട്ടികൾ മാത്രം ആഘോഷിച്ചാൽ പോരെ? ഈദുൽ ഫിത്തർ മുസ്ലിം കുട്ടികൾ മാത്രം ആഘോഷിച്ചാൽ പോരെ? ക്രിസ്മസ് ക്രിസ്ത്യൻ കുട്ടികൾ മാത്രം ആഘോഷിച്ചാൽ മതി. ഇത് ഒരു പ്രശ്നം എന്താ അറിയോ സാറേ? ഇതൊരു സെക്യുലർ സമൂഹമാണ്, ഇതൊരു മതനിരപേക്ഷ സമൂഹമാണ്.
മനസ്സിലായോ? ഇവിടെ എല്ലാ മനുഷ്യരും ക്രിസ്മസും ആഘോഷിക്കും, ഓണവും ആഘോഷിക്കും, വിഷുവും ആഘോഷിക്കും, പെരുന്നാളും ആഘോഷിക്കും, സകലവും ആഘോഷിക്കും. അതിന് വല്ലാതെ ബുദ്ധിമുട്ട് കിടക്കുന്ന ആളുകളൊക്കെ ആ ബുദ്ധിമുട്ടിനുള്ള ചികിത്സ വാങ്ങിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ക്രിസ്തുമസും നബിദിനവും ആഘോഷിക്കുന്ന സർവധർമ്മ സമഭാവനയോട് വിശ്വ ഹിന്ദു പരിഷത്തിന് യോജിപ്പാണുള്ളത്. ഒരു യോജിപ്പുള്ളതായിട്ട് സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങളുടെ മനോഭാവം. അതിവിടെ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ദയവായി ശ്രമിക്കരുത്. നമ്പർ മറക്കണ്ട. ഞങ്ങൾ ചോറ് തന്നെയാ. കേരളം എന്ന് പറയുന്നത് ഒരു സെക്യുലർ സമൂഹമാണ്. ഇവിടെ എല്ലാ മനുഷ്യരും എല്ലാ ആഘോഷങ്ങളിലും ഭാഗഭാക്കാകാറുണ്ട്. കുഞ്ഞുങ്ങളും അതൊക്കെ കണ്ടാണ് വളരേണ്ടത്, അതാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഈ ചെറിയ മക്കൾ ഉള്ളിൽ മതവൈരാഗ്യം വെച്ചിട്ടല്ല വളരേണ്ടത്. അതുകൊണ്ടാണ് സ്കൂളുകളിൽ എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നത്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാം. സർവ മത സമഭാവനയോടെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്ത് ഇൻക്ലൂസീവായിട്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരേണ്ടത്. അല്ലാതെ ഈ ചെറുപ്പത്തിലെ മതനിന്ദയും മതവിരോധവും മതവിദ്വേഷവും ഒക്കെ ഇഞ്ചക്ട് ചെയ്ത് നാളെ വാളുവെടുത്ത് വെട്ടാൻ പോകേണ്ടവരായിട്ടല്ല ഒരു സമൂഹത്തെ നിർമ്മിക്കേണ്ടത്. അങ്ങനെയുള്ള ക്രിമിനൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്കൂളിലും ഓരോ പൊതുവിദ്യാലയത്തിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതും സംഘടിപ്പിക്കേണ്ടതും. അതിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ വകവെച്ച് തരാൻ ഇപ്പോ കേരളം പോലുള്ള സംസ്ഥാനം തയ്യാറാവോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് കാണുന്നത്. ആ തെറ്റ് വായുനൂലും പറഞ്ഞാണ്ടല്ലോ. ജയന്തി മാഡം HM സമ്മതിച്ച് മാപ്പ് പറഞ്ഞ് ഇനിമേൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അതിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്. അല്ല, അത് ഇതുപോലെ 4 ഘടാഘടിയന്മാർ വന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്ത് പറയാനാണ്? അവർ പേടിച്ചു പോയി ചത്തുടടാ. പരീക്ഷയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി കുഞ്ഞുങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി നിന്ന കുട്ടികള് ഈ ഷോയൊക്കെ കഴിഞ്ഞ് പേടിച്ചരണ്ട് നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങ് ടിവിയുടെ പരിസരത്തിൽ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് കണ്ടോളൂ. അദ്ദേഹം ഫോൺ കട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. വെറും പറയാ. കേരളത്തിലും ക്രിസ്മസ് ഒക്കെ തടയാം എന്ന നില വരുന്നത് സന്തോഷകരമാണോ? ഒരു ട്രിപ്പ് വിളിച്ചതും അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്മസിന്റെ റാലി തടസ്സപ്പെടുത്തിയതിനേക്കാളൊക്കെ അതിഗുരുതരമായ മുനമ്പം മാതിരി ഒരു വിഷയം, കുടുംബ പ്രാരാബ്ധമാണ് വഴിയിൽ ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് കണ്ണാക്കിൽ ഒട്ടിപ്പോയ സുമുഖരായ 2 ചെറുപ്പക്കാരാണ് എന്റെ ഈ പാനലിൽ എന്റെ കൂടെ 2 പേര് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അവര് VHP എന്ന് കേട്ടതോടുകൂടി പുലിവേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ രേഖ കുറിച്ച് ചോദിച്ചാലും വഖഫ് ബോർഡിനെ കുറിച്ചാണ് ക്രിസ്ത്യൻ കൗൺസിലിന് സംസാരിക്കാനുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. മനസ്സിലായി. പൊളിക്കുമ്പോ ഇങ്ങനെയൊന്നും പൊളിക്കല്ലേ എന്നാണോ? നല്ല മറുപടി തന്നു കഴിഞ്ഞു. കുറച്ചുകൂടി വൃത്തിയായിട്ട് വേണമെങ്കിൽ പൊളിക്കാന്നായിരിക്കും. റിജിൽ മാക്കുറ്റി ഇപ്പൊ VHP തന്നെ വിശദീകരിച്ചു. ആർക്കെങ്കിലും ഒരാൾക്ക് പെട്ടെന്നൊരു അബദ്ധം പറ്റിയതോ വിവരമില്ലാത്ത ഏതെങ്കിലും ഒരു വിവരദോഷി കാണിച്ചതോ ഒന്നും അല്ല. അപ്പോ നമ്മുടെ സമൂഹത്തിലെ ആഘോഷങ്ങളെപ്പോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ആളുകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഈ ചാണകക്കുണ്ടെന്ന് ഒരിക്കലും അത്തറിന്റെ മണം വരൂല. ഇപ്പൊ കേരളം പോലെ പ്രത്യേകിച്ച് ഒരു മതനിരപേക്ഷ സമൂഹത്തിനകത്ത് ഓണത്തിന് പൂടുമ്പോൾ ഇത് ഹിന്ദു കുട്ടികൾ മാത്രം പൂട്ടാ മതി എന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ പെരുന്നാളിൽ നമ്മൾ ഇഫ്താർ മുസ്ലിം കുട്ടികൾ മാത്രം പങ്കെടുത്താൽ മതി എന്ന് ഏതെങ്കിലും സ്കൂളിൽ നിന്ന് പറയുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ക്രിസ്മസിന് കേക്ക് മുറിക്കുമ്പോൾ ഇത് ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ. അങ്ങനെ പറയണമെന്നാണ് ഇവര് പറയുന്നത്. അങ്ങനെ പറയുന്ന മതം പറഞ്ഞ് ഈ നാട്ടിൽ വെറുപ്പ് ഉണ്ടാക്കുന്നവന്റെ ചെപ്പക്കുറ്റിക്ക് നോക്കി കൊടുക്കേണ്ട കാലമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ട്. ഇത്തരത്തിലുള്ള മതവെറിയന്മാരെ ഈ നാടിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തയ്യാറാവണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. ഷിജക്സി തോമസ്, അസഹിഷ്ണുതയെ കൃത്യമായി നിയമപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വ്യാപിക്കുമെന്ന തിരിച്ചറിവ് സർക്കാരിനുണ്ടോ? തീർച്ചയായിട്ടും. BJP നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ്? അണ്ണാക്ക് പരിശോധകനായിട്ടുള്ള RSSന്റെ കാല് കഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ? അങ്ങ് മിണ്ടാതിരിക്ക്. ഇത് അങ്ങയുടെ വീടല്ല.
മാതൃഭൂമിയുടെ ഫ്ലോറാണ്. അല്പം മര്യാദയോടുകൂടി സംസാരിക്കേണ്ട ഇടമാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതെ, അങ്ങയുടെ എനിക്ക് അവസരത്തിൽ വെറുതെ വിചിത്രം ജനം ഞങ്ങൾ കേൾക്കൂലേ? കാശിക്ക് പോയതാണോ? അങ്ങ് പറഞ്ഞതിനെ കണ്ടിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. വിചിത്രം പറയുമ്പോൾ അങ്ങ് വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം എടുത്ത് മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്ന് വിചിത്രം പറഞ്ഞില്ലേ? ജനം കേൾക്കൂലേ? ഇപ്പൊ മണിക്കൂറുകൾക്ക് പുറകിൽ പുൽക്കൂട് തകർക്കുകയും കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ക്രിസ്മസ് ആഘോഷത്തെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തെ അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അപൂർവം ചില ഇനങ്ങൾ, കാസ പീസ പോലെ അപൂർവം ചില ഇനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. പാർക്കിൻസൺസ് രോഗബാധിതനായ വൈദികന് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ പോലും കൊടുക്കാതെ ജയിലിലിട്ട് RSS കൊന്നുകളഞ്ഞപ്പോ എവിടെ പോയി കാസ പീസ സംഘങ്ങള്? എവിടെ പോയി RSSന്റെ ആരാധക സംഘത്തിൽപ്പെട്ട ഈ ഇടയന്മാര്? ഒരൊറ്റയൊരുത്തനെയും കണ്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഒരു ഫിലിപ്പ്, എന്തുകൊണ്ടൊരു തിമോത്തി, എന്തുകൊണ്ടൊരു ഗ്രഹാം സ്റ്റെയിൻസ് കൊച്ചിയിലും കേരളത്തിലും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? കാസ പീസ സംഘം അതിന്റെ നേതാവെന്ന് പറഞ്ഞാട്ടെ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. എവിടെ പോയി? കവലപ്രസംഗമൊന്നും ഇവിടെ ആൾക്കാർക്ക് താല്പര്യമില്ല. കൈവച്ചാ മതി. അത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് വീട്ടിൽ കാണിക്കുന്ന അങ്ങയുടെ തനി സ്വഭാവം മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്ന് കാണിക്കരുത്. അത് കേട്ടോണ്ടിരിക്കാൻ വേറെ ആളെ നോക്കണം. അല്ലെ കാസയുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഇരുത്തണം. അവന്മാർ മിണ്ടായിരുന്നു കേൾക്കുമായിരിക്കും. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.